ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം, മാന്യപ്രേക്ഷകർക്ക് ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം കർക്കടക ചോദ്യമഹോത്സവത്തിൻ്റെ നിറവിൽ. ഓം നമ ശിവായ. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസറാണ്. ഇവിടെ നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് 10 തീയതികളായി നടക്കാൻ പോകുന്ന ചോതി ഉത്സവത്തിലേക്ക് ആദ്യമായി എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് പേരെത്തി ശിവഭക്തന്മാരായ ഒരു കൂട്ടം ആളുകൾ ക്ഷേത്രത്തിലെത്തുകയും ഇവിടെ ചേരമാൻ പെരുമാൾ, സുന്ദരമൂർത്തി നായനാർ എന്നിവരുടെ പ്രതിമകൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അഭിഷേകം കഴിച്ച് ഘോഷയാത്രയായി ഈ ക്ഷേത്രത്തിലേക്ക് ഓഗസ്റ്റ് 10 രാത്രി എത്തിച്ചേരുന്നതാണ്. അടുത്ത ദിവസം ഗുരുപൂജ ഉണ്ടായിരിക്കുന്നതാണ്. തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഗുരുപൂജയും അഭിഷേകങ്ങളും എല്ലാ ചടങ്ങിലേക്കും എല്ലാ നല്ലവരായ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ചരിത്രപ്രസിദ്ധവും പ്രാചീനവുമായ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം 2024 ഓഗസ്റ്റ് 10, 11, 12 തീയതികളിൽ കർക്കടക ചോദ്യമഹോത്സവം നവതിയുടെ നിറവിൽ ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് കർക്കടക മാസത്തിലെ ചോദ്യമഹോത്സവം. നമസ്കാരം. ഞാൻ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഈ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് ഒരു വിശേഷപ്പെട്ട ഉത്സവങ്ങൾ കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, മകരത്തിൽ മകീരം, കളഭം എന്നാണ് അതിന് പറയുക. ധ്വജപ്രതിഷ്ഠ നടന്ന ദിവസം സ്വയംഭൂ അതിൻ്റെ പേരിൽ പ്രതിഷ്ഠാദനമില്ല ഈ ക്ഷേത്രത്തിൽ. പിന്നെ ഒന്ന്, ഇവിടെ നിന്ന് സുന്ദരമൂർത്തിയും ചേരമാൻ പെരുമാളും കൈലാസത്തിലേക്ക് ഉടലോടെ ശരീരത്തോടെ പോയ ദിവസമാണ് കർക്കിടക മാസത്തിലെ ചോതി. ഈ ചോതി ഉത്സവം നടത്തി വരുന്നത് കോയമ്പത്തൂർ കോവൈ ഷേഖ്നാർ തീർക്കൂട്ടമാണ്. അവർ ഈ വർഷം കൊണ്ടാടുമ്പോൾ 90 ആണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇത് 90ാമത്തെ വർഷമാണ്. വളരെ ഗംഭീരമായിട്ട് തന്നെ നടത്താനാണ് ഒരു ഉദ്ദേശം. അപ്പോൾ എല്ലാവരും അതിന് വന്ന് പങ്കെടുത്ത് അത് കണ്ട് തൃപ്തി അടയാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ചോതി തിരുവഴി എന്ന പേരിലാണ് തമിഴ് ഭക്തജനങ്ങൾ ഈ മഹോത്സവം ആഘോഷിച്ചു വരുന്നത്. കേരള തമിഴ് സംസ്കാരത്തിൻ്റെ സങ്കലനം അടങ്ങിയ ഒരു മഹോത്സവമായും കർക്കടക ചോതി ഉത്സവത്തെ കരുതി വരുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും ചോതി മഹോത്സവം ആഘോഷിക്കുന്നത് തമിഴ് ഭക്തജനങ്ങളാണ് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെയും കർക്കടക ചോതി ഉത്സവത്തിൻ്റെയും സവിശേഷത. ശിവഭക്തരും ഉറ്റ ചങ്ങാതിമാരുമായിരുന്ന ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും ഒരു കർക്കടകത്തിലെ ചോദ്യനാളിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും ഉടലോടെ കൈലാസത്തിലേക്ക് പോയതിൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ടാണ് തമിഴ് ഭക്തന്മാർ ഈ മഹോത്സവം കൊണ്ടാടുന്നത്. ക്ഷേത്ര ന്യൂസ്, തൃശ്ശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.